അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. സ്വന്തമായൊരു ഭവനം സ്വപ്നം കാണുന്നവരാണ് നമ്മളെല്ലാവരും. സമാധാനത്തോടെ അഭയകേന്ദ്രമായി സ്വസ്ഥമായി ജീവിക്കാൻ അപ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കൊരു വീട് വേണം. ദീർഘകാല ആഗ്രഹം, ചിരകാല സ്വപ്നം അള്ളാഹു നമ്മിൽ പലർക്കും സാധിപ്പിച്ചു തന്നു. ആ വീട്ടിൽ സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും നാം താമസിച്ചു വരികയുമാണ്. ഇനി നമുക്കൊരു സ്വപ്നമുണ്ട്, സ്വർഗത്തിലൊരു വീട്. സൗകര്യത്തിന് താമസിക്കാൻ മാത്രമുള്ള ഭൗതിക ലോകത്തെ വീട്ടിൽ നിന്നും സ്വർഗീയ വീടിന് വേണ്ടി അധ്വാനിക്കണം. ഫറോവയുടെ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു അൻഹ തുല്യതയില്ലാത്ത പീഡനങ്ങളും ക്രൂരതകളും ഏറ്റുവാങ്ങി മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ അള്ളാഹുവോട് ദുആ ചെയ്തു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. നീ എനിക്ക് സ്വർഗത്തിലൊരു ഭവനം ഉണ്ടാക്കിത്തരണം. തത്സമയം അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തു സ്വർഗത്തിൽ അവർക്ക് വേണ്ടി പണി നടക്കുന്ന വീട്. സ്വർഗത്തിൽ അവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന വീട് കാണിച്ചു കൊടുത്തു. സുഖലോലുപതയിൽ താമസിക്കാൻ മാത്രം സൗകര്യമുള്ള വീട് കണ്ട് സന്തോഷിച്ചും പുഞ്ചിരിച്ചുമാണ് അവർ വഫാത്തായത് എന്ന് ചരിത്രത്തിൽ കാണാം. നമുക്കും സ്വർഗത്തിലൊരിടം വേണ്ടേ, ഒരു വീട് വേണ്ടേ? അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അതിനുള്ള ഒരു വഴി, ഒരു മാർഗം, ഒരു സിമ്പിൾ കാര്യം വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഒരാൾ ശരിയായ രൂപത്തിൽ നിയമാനുസൃതം ദിവസവും 12 റക്അത്ത് റവാത്തിബ് നിസ്കാരം പതിവായി നിർവഹിച്ചാൽ അവന് സ്വർഗത്തിലൊരു വീടൊരുക്കപ്പെടും. 12 റക്അത്ത് റവാത്തിബ് നിസ്കാരം ഡെയിലി ആർക്കെങ്കിലും കൃത്യമായി നിർവഹിക്കാൻ പറ്റിയാൽ, പതിവായി 12 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അവന് ഇതുപോലെ സ്വർഗത്തിലൊരു മനോഹരമായ വീട് നിർമ്മിക്കപ്പെടും. അത് കേട്ടതു മുതൽ എല്ലാ ദിവസവും ഒഴിഞ്ഞു പോകാതെ 12 റക്അത്ത് നിസ്കരിച്ച റവാത്തിബ് നിസ്കാരം പതിവാക്കിയ ഒട്ടേറെ മഹാത്മാക്കൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അത്തരം മഹാന്മാരായ ആളുകളെക്കുറിച്ച് ഒരു കിതാബ് തന്നെ രചിച്ചതായി കാണാം. ഏതാണ് 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം? ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന് ശേഷം 2 റക്അത്ത്, മഗ്രിബിൻ്റെയും ഇശായിൻ്റെയും ശേഷം 2 റക്അത്ത്. അപ്പോൾ 10 റക്അത്തായി. ഇനി സുബ്ഹിൻ്റെ മുമ്പ് 2 റക്അത്തും, അങ്ങനെ 12 റക്അത്ത്. ഈ 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം പതിവായി നിർവഹിച്ച് സ്വർഗത്തിലൊരു വീട് ഓഫർ ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം